السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. العلامة മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, അശ്ശൈഉ അല്ലദി യജിബു അൻ യുഅ്മിന ബിഹി അൽ മുഅ്മിൻ بأن الله لا يفعل فعلا ولا يخلق خلقا ولا يشرع تشريعا إلا لحكمة وليس بلازم أن يدرك العباد الحكمة. അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, അശ്ശൈഉ അല്ലദി യജിബു അൻ യുഅ്മിന ബിഹിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യങ്ങളിൽപ്പെട്ടതാണ് بأن الله لا يفعل فعلا ولا يخلق خلقا ولا يشرع تشريعا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവർത്തനവും ചെയ്യുകയില്ല, അതുപോലെ തന്നെ ഒരു സൃഷ്ടിയെയും അല്ലാഹു സൃഷ്ടിക്കുകയുമില്ല. വലാ യശ്റഉ തശ്രീഅൻ, ഒരു നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നടപ്പിൽ വരുത്തുകയില്ല. ഇല്ലാ ലിഹിക്മത്തിൻ, അതിൻ്റെ പിറകിൽ ഒരു യുക്തി നിർബന്ധമായിട്ടും എന്തുണ്ടാവും, അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സൃഷ്ടിപരമായ കാര്യങ്ങളും, അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും ഇസ്ലാമിലുള്ളത് എന്ന് വെച്ചാൽ അതൊരു ഹിക്മത്തിൻ്റെ, ഒരു യുക്തിയുടെ പുറത്തായിരിക്കും അതൊക്കെ ഉണ്ടാവുക. എന്നിട്ട് അവിടെ അദ്ദേഹം നിർത്തിയില്ല, വീണ്ടും അദ്ദേഹം പറഞ്ഞു, വലൈസ ബിലാസിമിൻ അൻ യുദ്രിക്കൽ ഇബാദു അൽ ഹിക്മ, അനിവാര്യമായ കാര്യമൊന്നുമല്ല ആ ഹിക്മത്ത് എന്താണ് എന്ന് ഒരു അടിമകൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യം, അത് അനിവാര്യമായ കാര്യമൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദീൻ ഇസ്ലാമിൽ എന്തൊരു കാര്യമുണ്ട് എങ്കിലും അതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ആ യുക്തി എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്ക് അറിയുന്നതുണ്ടാകാം, ചിലത് നമുക്ക് അറിയാത്തതുണ്ടാകും. അപ്പോൾ കള്ളുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കി, വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഹറാമാക്കി. അതിൻ്റെ യുക്തി എന്താണെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരാൾ വുളു അദ്ദേഹത്തിൻ്റെ കീഴ്വായു പോയി, അദ്ദേഹം വീണ്ടും ചെന്നിട്ട് വുളു എടുക്കുന്നുണ്ട്. എന്താണ് അതിലെ യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ യുക്തി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയുമില്ല. അത് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയണമെന്ന് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അവിടെയൊക്കെ എന്താണ്, അതൊക്കെ യുക്തിപൂർണമാണ്. അതൊരിക്കലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ദീനുൽ ഇസ്ലാമിൽ എന്തൊരു കാര്യം തന്നെ സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാലും അത് സ്വഹീഹായി സനദുകളിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ യുക്തിക്ക് കൊള്ളുന്നില്ല, ഇതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാനും എന്തില്ല, നമുക്ക് പാടില്ല. കാരണം എന്താണ്, എല്ലാത്തിൻ്റെയും പിറകിലുള്ള യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ യുക്തി ഉണ്ട്, പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും എന്തൊരു കാര്യം സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ അതെല്ലാം പരിപൂർണമായി നമ്മൾ സ്വീകരിക്കുക. എൻ്റെ യുക്തിക്ക് ഇതൊന്നും പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ നമുക്കൊരിക്കലും അവകാശമില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞത് കാണാം, ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കപ്പെടുകയില്ല. വഹും യുസ്അലൂൻ, എന്നാൽ മനുഷ്യന്മാരാണെങ്കിലോ അവർ കൃത്യമായും ചോദ്യം ചെയ്യപ്പെടുന്നവർ തന്നെയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു മൂലകാരണം സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പറഞ്ഞത് കാണാം, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു ആണ് കാര്യങ്ങളുടെ നിജസ്ഥിതിയെ പറ്റി കൃത്യമായി അറിയുന്നവൻ. വ അൻതും ലാ തഅലമൂൻ, കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അറിവില്ലാത്തവരാണ്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് നമ്മൾ ദീനായി സ്വീകരിക്കുകയും അതിൻ്റെ യുക്തിക്ക് പിറകെ പോയിക്കൊണ്ട് മാത്രമേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.